രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ദേശീയ പരീക്ഷാ ഏജൻസിയായ NTA-യിൽ നിന്ന് വമ്പൻ ശുചീകരണ നടപടികളുമായി കേന്ദ്ര സർക്കാർ. വീഴ്ച വരുത്തിയ 47 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ പുറത്താക്കിയത്. ക്രമക്കേടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ തടയുന്നതിനും വിദ്യാർത്ഥികളുടെ ഭാവിയോട് നീതി പുലർത്തുന്നതിനും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. ഇതിന്റെ ഭാഗമായി NTA-യിലെ 47 ഉദ്യോഗസ്ഥരെയാണ് സ്ഥാനങ്ങളിൽ നിന്നും നീക്കിയത്. ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയവർക്കെതിരെ കടുത്ത നിയമ നടപടികളും പ്രോസിക്യൂഷൻ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ഒരു മാസത്തിനുള്ളിൽ NTA-യുടെ ഘടനയും പ്രവർത്തന രീതിയും പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കും. ISRO മുൻ ചെയർമാൻ ഡോക്ടർ K. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്. ചോദ്യപേപ്പർ നിർമ്മാണം, അച്ചടി, വിതരണം തുടങ്ങിയ ഘട്ടങ്ങളിൽ ഒരു തരത്തിലുള്ള ചോർച്ചയും ഉണ്ടാകാത്ത വിധത്തിൽ ലീക്ക് പ്രൂഫ് സംവിധാനമാണ് സജ്ജമാക്കുന്നത്. പരീക്ഷാ നടത്തിപ്പിൽ സ്വകാര്യ ഏജൻസികളുടെ പങ്കാളിത്തവും ഔട്ട്സോഴ്സിംഗ് പ്രക്രിയകളും പുതിയ പരിഷ്കാരങ്ങളിലൂടെ കർശനമായി നിയന്ത്രിക്കും. സുതാര്യതയും കണിശവുമായ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി രാജ്യത്തെ മത്സര പരീക്ഷകളുടെ വിശ്വാസ്യതയും പരമാധികാരവും തിരികെ പിടിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ജനം, ഡൽഹി.